Hello students. അപ്പോൾ secant method ആണ് ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. secant method നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ സിലബസിൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ വേണമെന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. secant മെത്തേഡിൻ്റെ ഫോർമുല ആദ്യം നോക്കാം. ഈ ഒരൊറ്റ ഫോർമുല പഠിച്ചാൽ മതി secant മെത്തേഡ് പഠിക്കാനായിട്ട്. ഐറ്ററേറ്റീവ് ഫോർമുല ഇതാണ്: xn plus 1 is equal to xn minus 1 into fn. fn means f of xn ta, minus xn into fn minus 1. fn minus 1 means suffix indicate ചെയ്യുന്നത് f of xn minus 1 ആണ് ട്ടാ, divided by fn minus fn minus 1. ഒരു പ്രോബ്ലത്തിൽ കൂടെ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ഫൈൻഡ് ദ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 5x plus 1 equal to 0 ഇൻ ദ ഇൻട്രവൽ ഓപ്പൺ ഇൻട്രവൽ 0-1. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 5x plus 1 ആണ്. അതുപോലെ ഇവിടുത്തെ എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. x1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. മറ്റേ എൻഡ് പോയിന്റ് ആണ് x1. ഒരു എൻഡ് പോയിന്റ് എക്സ് നോട്ട്, മറ്റേ എൻഡ് പോയിന്റ് x1. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ടല്ല കേട്ടോ x1 എടുത്തിരിക്കുന്നത്. 1ന് പകരം 2 ആണെങ്കിലും ആ വാല്യൂവിനെ നമ്മൾ x1 തന്നെയാണ് എടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് x1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1 എന്നും -3 എന്നും കിട്ടും. എവിടെയൊക്കെ എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടാൻ 0 എന്നും എഫ് ഓഫ് x1 കിട്ടാനായിട്ട് 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ പോസിറ്റീവും എഫ് ഓഫ് x1ൻ്റെ വാല്യൂ നെഗറ്റീവും ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും ഒരു റൂട്ട് ഇൻ ബിറ്റ്വീനിൽ അവിടെ ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർമുല ഒരു പ്രാവശ്യം കൂടെ എഴുതാം. ഐറ്ററേറ്റീവ് ഫോർമുല ഒരു പ്രാവശ്യം കൂടെ എഴുതാം. xn plus 1 is equal to xn minus 1 fn minus xn fn minus 1 divided by fn minus fn minus 1. അപ്പോൾ ആദ്യം n equal to 1 ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് n equal to 1ൽ നിന്നാണ് കേട്ടോ. അപ്പോൾ n equal to 1 ആയിരിക്കുമ്പോൾ x2 ആണ് വരിക അല്ലേ. x2 equal to ഇവിടെ x നോട്ട്, fn means f1, f1 means f of x1, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മൈനസ് x1 ഇൻറ്റു f നോട്ട്, f നോട്ട് എന്ന് പറഞ്ഞാൽ f of x നോട്ട്, divided by f of x1 minus f of x naught. That is 0 into -3 minus 1 into 1 divided by -3 minus 1, that is equal to 0.25. 1 by 4 which is equal to 0.25. സോ x2 നമുക്ക് 0.25 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് x2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് x2 is equal to -0.2343. ഓക്കെ, അതാണ് നമുക്ക് എഫ് ഓഫ് x2 വരുന്നത്. ഇനി അടുത്ത ഐറ്ററേഷൻ when n equal to 2, n equal to 2 ആകുമ്പോൾ x3 is equal to x1 into f of x2 minus x2 into f of x1 divided by f of x2 minus f of x1. അപ്പോൾ അതാത് വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂസ് ഈക്വൽ ടു x3യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ ദാറ്റ് ഈസ് 0.1864 എന്ന് കിട്ടി. x3യുടെ വാല്യൂ ഇതാണെങ്കിൽ എഫ് ഓഫ് x3 കാൽക്കുലേറ്റ് ചെയ്യുക. എഫിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 0.1864 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 0.0744 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് x3 കിട്ടി. അതുപോലെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. when n equal to 3, n equal to 3 ആകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് x4 ആണ്. x4 equal to x2 into f of x3 minus x3 into f of x2 divided by f of x3 minus f of x2. അതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് 0.201 എന്ന് കിട്ടും. അപ്പോൾ x4 is equal to 0.201 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x4 കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് x4 എവിടെയൊക്കെ എഫ് ഓഫ് എക്സിൽ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഈ 0.201 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് x4 is equal to 0.0048 എന്ന് കിട്ടും. അപ്പോൾ നോക്കി 0.00 വരുമ്പോൾ തന്നെ ഏകദേശം 0യോട് അടുത്ത് വരുന്നുണ്ട്. എഫ് ഓഫ് സംതിങ് ഈക്വൽ ടു 0 എന്ന് വന്നാലാണ് ആ വാല്യൂ അതിൻ്റെ റൂട്ടാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ x4 ഏകദേശം 0യോട് അടുത്ത് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാണ്. when n equal to 4, n equal to 4 ആകുമ്പോൾ x5 കാൽക്കുലേറ്റ് ചെയ്യാണ്. x5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുല വരിക x3 ഇൻറ്റു എഫ് ഓഫ് x4. ഓക്കെ, x3 ഇൻറ്റു n equal to 4 അല്ലേ. അപ്പോൾ x3 ഇൻറ്റു എഫ് ഓഫ് x4 മൈനസ് x4 ഇൻറ്റു എഫ് ഓഫ് x3 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് x4 മൈനസ് എഫ് ഓഫ് x3, ദാറ്റ്സ് ഈക്വൽ ടു 0.2008 എന്ന് വരും.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ f(x5) കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 0.000 എക്സിട്ര ഒരു വാല്യൂ കിട്ടും. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ അത് കുറേ സീറോസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിന് റൂട്ടായിട്ട് വരുന്നുണ്ട്. എഫിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് റൂട്ടായിട്ട് നമ്മുടെ x5 വരുന്നുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ ഒരു 4-5 സ്റ്റെപ്പ് ചെയ്യുന്നു, അത്ര മാത്രം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ റൂട്ടായിട്ട് വരുന്നത് x5, റൂട്ട് കിട്ടണത് x5 ആണ്. 0.2008 ആണ് അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. 4-5 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഏകദേശം ഈ 0.000 എന്നൊക്കെ പറഞ്ഞ് കുറേ സീറോസ് വരുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അത് റൂട്ടാണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് അസ്യൂം ചെയ്ത് അവസാനിപ്പിക്കാം. ഓക്കെ.